ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഉച്ചയ്ക്ക് ഊണ് ചോറായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ഒരു ഒഴിച്ചുകറി ആവശ്യമാണ്. നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടെങ്കിൽ ചോറ് എത്ര കഴിച്ചാലും മതിയാവില്ല. നമുക്ക് നാടൻ രീതിയിലുള്ള ഒരു ഒഴിച്ചുകറി ഇപ്പോൾ ഉണ്ടാക്കാം. വിരുമ്പിപ്പുളി കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ലതുപോലെ മൂത്ത പുളിയാണ് ചാറിന് നല്ലത്. പഴുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള പുളിയാണ് കൂടുതലും നല്ലത്. ഇതാവുമ്പോൾ കുറച്ച് ജ്യൂസി ആയിരിക്കും, പിന്നെ പുളി കുറച്ച് കുറവുമായിരിക്കും. നമ്മൾ ഇത് കറി വയ്ക്കാൻ എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അരപ്പിന് വേണ്ടി ഞാനൊരു ചെറിയ മുറി ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 6 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ കാണും. ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഒരെണ്ണമേ ചേർക്കുന്നുള്ളൂ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3-4 വേപ്പില, ഫ്രഷ് വേപ്പിലയും കൂടി ചേർക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചേർത്താൽ. പിന്നെ ഒരു അല്ലി വെളുത്തുള്ളിയും തേങ്ങയ്ക്ക് വേണ്ട മാത്രം ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഒരു ബൗളിലേക്ക് ഈ പുളി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2 പച്ചമുളക് കീറി ചേർക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കുക. വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റുന്നത് വരെ വേവിക്കുക. ഒരു 10 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഈ പുളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. പുളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല പഴം പോലെയാണ് പുളി ഇരിക്കുന്നത്. നല്ല മൂത്ത പുളിയാണെങ്കിലാണ് ഇതുപോലെ വെന്ത് കിട്ടുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് കറിയുടെ കൂടെ നമുക്ക് കഴിക്കാനും വളരെ നല്ലതാണ്. ഇതിലേക്ക് ഇനി അരച്ച അരപ്പ് ചേർക്കാം. തേങ്ങ അരപ്പ് നമ്മൾ നേരത്തെ റെഡിയാക്കിയത് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ആവശ്യമുള്ള വെള്ളം ചേർത്ത് നീട്ടിയെടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് തിളച്ച് കഴിഞ്ഞ് ഒരു 3-4 മിനിറ്റ് ഈ പുളിയിൽ കിടന്ന് നല്ലതുപോലെ തിളക്കണം. 3-4 മിനിറ്റ് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് തിളച്ചതിന് ശേഷം കടുക്, ഉള്ളി, വേപ്പില, വറ്റൽമുളക് എണ്ണയിൽ മൂപ്പിച്ചത് ചേർക്കാം. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്താണ് മൂപ്പിച്ചത്. ഉലുവ ചേർത്താൽ ചാറിനും അതുപോലെ തോരനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ മൂടി വെച്ച് പുളിപ്പിൻ്റെ മണവും രുചിയും പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഇത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒഴിച്ചുകറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.